Dear students, welcome to DBDO class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റാബേസ് സിസ്റ്റംസ്. ഡാറ്റാബേസ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് ഡാറ്റാബേസുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കീ ടേംസ് പരിചയപ്പെടാം. കീ ടേംസ് റിലേറ്റഡ് ടു DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്. ഡാറ്റ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ വിശദമായി പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയും പഠിച്ചിട്ടുണ്ട്. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ കോൾഡ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ നെയിംസ്, ടെലിഫോൺ നമ്പേഴ്സ്, മാർക്ക്, ഏജ് ഇതൊക്കെ ഡാറ്റയാണ്. ഇൻഫർമേഷൻ, പ്രോസസ്ഡ് ഡാറ്റ ഈസ് നോൺ ആസ് ഇൻഫർമേഷൻ. ഡാറ്റയെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് ഉപകാരപ്രദമായ രീതിയിലേക്ക് മാറ്റുമ്പോഴാണ് ഇൻഫർമേഷൻ ആവുന്നത്. ഫോർ എക്സാമ്പിൾ ആൻ സ്കോർഡ് 75 മാർക്സ് ഇൻ മാത്സ്. ഇതിൽ ആൻ എന്നത് ഒരു ഡാറ്റയാണ്, 75 മാർക്സ് അതും ഡാറ്റയാണ്. ആൻ സ്കോർഡ് 75 മാർക്സ് ഇൻ മാത്സ്. ആനിന് മാത്സിൽ 75 മാർക്സ് ആണ് ലഭിച്ചത്. ഇത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അനദർ എക്സാമ്പിൾ അരുൺ ഈസ് 15 ഇയേഴ്സ് ഓൾഡ്. ഇതും ഒരു ഇൻഫർമേഷനാണ്. നെക്സ്റ്റ് ടേം ഡാറ്റാബേസ്. Collection of information that is organized so that it can be easily accessed, managed and updated. ഇൻഫർമേഷനെ നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും മാനേജ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റുന്ന രൂപത്തിൽ ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ആൻ സ്കോർഡ് 75 മാർക്സ് ഇൻ മാത്സ്. ആനിന് മാത്സിൽ 75 മാർക്സ് ആണ് ലഭിച്ചത്. ആനിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റെല്ലാ കുട്ടികളുടെയും എല്ലാ സബ്ജക്റ്റിൽ കിട്ടിയ മാർക്സും ഒരു ടേബിളിൽ ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിക്കും ഓരോ സബ്ജക്റ്റിനും കിട്ടിയ മാർക്ക് ആക്സസ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെ ഇൻഫർമേഷനെ വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനും മാനേജ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പറ്റുന്ന രൂപത്തിൽ ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം DBMS. ഡാറ്റാബേസുകളെ ക്രിയേറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. DBMS is a software which is used to create, store and manage databases. The primary goal of DBMS is to provide a way to store and retrieve database information conveniently and efficiently. വളരെ കൺവീനിയൻ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ഡാറ്റാബേസിലോട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് DBMS. കൺവീനിയൻ്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുക റിട്രീവ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ എളുപ്പത്തിൽ യൂസേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കുക എന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആപ്പുകളുടെയും സോഫ്റ്റ്വെയറിൻ്റെയും വെബ് പോർട്ടലിൻ്റെയും ഒക്കെ ബാക്ക് എൻഡിൽ ഒരു ഡാറ്റാബേസ് ഉണ്ട്. ഈ ഡാറ്റാബേസിലോട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഡാറ്റാബേസിൽ നിന്നാണ് നമ്മൾ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുന്നത്, തിരിച്ചെടുക്കുന്നത്. പക്ഷേ യൂസേഴ്സിന് അതിൻ്റെ കോംപ്ലിസിറ്റി ഒട്ടും ഫീൽ ചെയ്യാറില്ല. കാരണം ഇതിനിടയിൽ DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് യൂസേഴ്സിന് അതിൻ്റെ കോംപ്ലക്സിറ്റി അറിയാത്തത്, ഫീൽ ചെയ്യാത്തത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കൺവീനിയൻ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും നമുക്ക് ഇൻഫർമേഷനെ ഡാറ്റാബേസിൽ നിന്ന് ആക്സസ് ചെയ്യാനും ഇൻഫർമേഷനെ ഡാറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറാണ് DBMS, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് RDBMS. റിലേഷണൽ ഡാറ്റാബേസ് എന്നാൽ ഒരു ടേബിളിൻ്റെ രൂപത്തിൽ ഡാറ്റയെ റോസും കോളംസും ഒക്കെയായി സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസിനെയാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. എ റിലേഷണൽ ഡാറ്റാബേസ് റെഫേഴ്സ് ടു എ ഡാറ്റാബേസ് ദാറ്റ് സ്റ്റോർസ് ഡാറ്റ ഇൻ എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് യൂസിങ് റോസ് ആൻഡ് കോളംസ്. റിലേഷണൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന DBMS സോഫ്റ്റ്വെയറിനെ RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നു. എക്സാമ്പിൾസ് ഫോർ RDBMS: Oracle, SQL, MySQL, മൈക്രോസോഫ്റ്റ് ആക്സസ്. ഇതിൽ SQL നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. ട്രഡീഷണൽ ഫയൽ സിസ്റ്റം. DBMS കണ്ടെത്തുന്നതിന് മുമ്പ് ഡാറ്റ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത് ഫയൽസിലാണ്. അതായത് കമ്പ്യൂട്ടറിൽ വിവിധ ലൊക്കേഷനിലായിട്ട് ഫയൽസിലായിരുന്നു ഡാറ്റ സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. ബിഫോർ ദി ഓൺസെറ്റ് ഓഫ് DBMS, flat file systems were used to store data.
File system stores data in the form of isolated files on the drive, and user manually goes to these locations to access these files. Difference between file system and DBMS. In file systems, user has to write the procedures for managing data. ഫയൽ സിസ്റ്റത്തിൽ ഡാറ്റ മാനേജ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് യൂസർ തന്നെ കോഡ് ചെയ്യണം. അതായത് ഫയലിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും ഡാറ്റ റിട്രീവ് ചെയ്യാനും തിരിച്ചെടുക്കാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രൊസീജിയർ യൂസർ തന്നെ കോഡ് ചെയ്യണം. പക്ഷേ DBMSൽ ഇതിനെല്ലാമുള്ള പ്രൊസീജിയേഴ്സ് അതിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. യൂസർ ഈസ് നോട്ട് റിക്വയർഡ് ടു റൈറ്റ് ദി പ്രൊസീജിയർ ഫോർ മാനേജിങ് ഡാറ്റ. Next difference, storing and retrieving of data cannot be done efficiently in file systems. ഫയൽ സിസ്റ്റത്തിൽ ഡാറ്റ റിട്രീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ ഒരുപാട് മെമ്മറി സ്പേസും പ്രോസസ്സിംഗ് കപ്പാസിറ്റിയും ടൈമും എടുക്കും. പക്ഷേ ഇത് DBMSൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻ DBMS ഇറ്റ് ഈസ് എഫിഷ്യൻറ്റ് സിൻസ് വൈഡ് വെറൈറ്റീസ് ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ. Next difference, concurrent access to the data in the file system has many problems, like reading the file while someone else is deleting some information or updating some information. കൺകറൻറ്റ് ആക്സസ് നടക്കുമ്പോൾ, അതായത് ഒരു ഫയലിനെ ഒന്നിൽ കൂടുതൽ പേർ ഒരേ സമയത്ത് ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ ചില പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ ഒരു ഫയൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനിടയ്ക്ക് മറ്റൊരാൾ അതേ ഫയൽ റീഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അയാൾക്ക് കിട്ടുന്നത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവാൻ സാധ്യതയുണ്ട്. അതായത് അപ്ഡേറ്റ് ചെയ്യുന്നതിനിടയ്ക്കുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം റീഡ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നത്. പക്ഷേ ഇത്തരം പ്രോബ്ലംസ്, അതായത് കൺകറൻറ്റ് ആക്സസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് DBMSൽ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചില ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. ദാറ്റ് ഈസ് DBMS ടേക്സ് കെയർ ഓഫ് കൺകറൻറ്റ് ആക്സസ് യൂസിങ് സം ഫോം ഓഫ് ലോക്കിംഗ്. നെക്സ്റ്റ് ഡിഫറൻസ്, ഫയൽ സിസ്റ്റം ഡസൻറ്റ് പ്രൊവൈഡ് ക്രാഷ് റിക്കവറി മെക്കാനിസം. ഫയൽ സിസ്റ്റത്തിൽ നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതിനിടയ്ക്കോ അപ്ഡേറ്റ് ചെയ്യുന്നതിനിടയ്ക്കോ സിസ്റ്റം ക്രാഷ് ആയി കഴിഞ്ഞാൽ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ DBMSൽ ഡാറ്റ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായിട്ട് ക്രാഷ് റിക്കവറി മെക്കാനിസം ഉണ്ട്. ദാറ്റ് ഈസ് DBMS ഹാസ് ക്രാഷ് റിക്കവറി മെക്കാനിസം. DBMS പ്രൊട്ടക്ട്സ് ഡാറ്റ ഫ്രം ദി എഫക്ട്സ് ഓഫ് സിസ്റ്റം ഫെയിലിയേഴ്സ്. നെക്സ്റ്റ് ഡിഫറൻസ്, സെക്യൂരിറ്റി ഈസ് ലോ ഇൻ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഫയൽ സിസ്റ്റത്തിൽ സെക്യൂരിറ്റി കുറവാണ്. whereas in DBMS data storage is more secure. ഫയൽ സിസ്റ്റവും DBMSും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ്, ഫയൽ സിസ്റ്റത്തിൽ ഡാറ്റ മാനേജ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് യൂസർ തന്നെ കോഡ് ചെയ്യണം. പക്ഷേ DBMSൽ യൂസർ കോഡ് ചെയ്യേണ്ടതില്ല. അതിൽ തന്നെ ഈ പ്രൊസീജിയേഴ്സൊക്കെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡിഫറൻസ്, ഫയൽ സിസ്റ്റത്തിൽ ഡാറ്റ സ്റ്റോറിങ്ങും റിട്രീവും എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ DBMSൽ ഇത് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. തേർഡ് ഡിഫറൻസ്, ഫയൽ സിസ്റ്റത്തിൽ കൺകറൻറ്റ് ആക്സസ് നടക്കുമ്പോൾ ചില പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ DBMSൽ കൺകറൻറ്റ് ആക്സസ് നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ചില ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. അടുത്ത ഡിഫറൻസ്, ഫയൽ സിസ്റ്റത്തിൽ ക്രാഷ് റിക്കവറി മെക്കാനിസം ഇല്ല. DBMSൽ ക്രാഷ് റിക്കവറി മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റം ക്രാഷ് ആയാൽ ഡാറ്റ നഷ്ടപ്പെട്ടു പോവില്ല. ഫൈനൽ ഡിഫറൻസ്, ഫയൽ സിസ്റ്റത്തിൽ സെക്യൂരിറ്റി കുറവാണ്. DBMSൽ സെക്യൂരിറ്റി കൂടുതലാണ്. DBMS ആർക്കിടെക്ചർ. DBMS ആർക്കിടെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് DBMSൻ്റെ ഡിസൈൻ. നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 ടയർ ആർക്കിടെക്ചറാണ്. അതായത് DBMSനെ 3 ലെവലിലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആർക്കിടെക്ചറാണ് 3 ടയർ ആർക്കിടെക്ചർ. ഇതിൽ ഫസ്റ്റ് ലെവൽ എക്സ്റ്റേണൽ ലെവൽ ഓർ വ്യൂ ലെവൽ, സെക്കൻഡ് ലെവൽ കോൺസെപ്ച്വൽ ലെവൽ ഓർ ലോജിക്കൽ ലെവൽ, തേർഡ് ലെവൽ ഇൻറ്റേർണൽ ലെവൽ ഓർ ഫിസിക്കൽ ലെവൽ. എക്സ്റ്റേണൽ ലെവലിൽ ഓരോ യൂസറും എങ്ങനെയാണോ ഡാറ്റാബേസിനെ വ്യൂ ചെയ്യുന്നത് അതാണ് എക്സ്റ്റേണൽ ലെവലിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അറ്റ് എ ടൈം മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ വ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം വ്യൂ 1, വ്യൂ 2, വ്യൂ 3 3 യൂസേഴ്സ് ഒരേ സമയം ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നു. ഓരോ യൂസറിനും ഓരോ വ്യൂ ആയിരിക്കും. ഈ യൂസേഴ്സിന് ഇതിൻ്റെ സ്റ്റോറേജ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡാറ്റാബേസിലെ ടേബിൾസിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തതെന്നോ ഒന്നും യൂസേഴ്സിന് അറിയേണ്ട കാര്യമില്ല. യൂസേഴ്സിന് അവർക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രം വ്യൂ ചെയ്താൽ മതി.
അപ്പോൾ യൂസേഴ്സിൻ്റെ വ്യൂ എങ്ങനെയാണോ അതാണ് എക്സ്റ്റേണൽ ലെവൽ അല്ലെങ്കിൽ വ്യൂ ലെവലിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ലെവൽ കോൺസെപ്ച്വൽ ലെവൽ ഓർ ലോജിക്കൽ ലെവൽ. കോൺസെപ്ച്വൽ ലെവലിലാണ് ഈ ഡാറ്റാബേസിൽ ആക്ച്വലി എന്തൊക്കെ ടേബിൾസ് ഉണ്ട്, ഓരോ ടേബിൾസിൽ എന്തൊക്കെ ഡാറ്റയുണ്ട്, എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഓരോ ടേബിളും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് കോൺസെപ്ച്വൽ ലെവൽ ഓർ ലോജിക്കൽ ലെവലിലാണ്. നെക്സ്റ്റ് ഇൻറ്റേർണൽ ലെവൽ ഓർ ഫിസിക്കൽ ലെവൽ. ഇൻറ്റേർണൽ ലെവലിൽ ഈ ഡാറ്റാബേസ് ആക്ച്വലി സ്റ്റോർ ചെയ്തിട്ടുള്ള ഫിസിക്കലി സ്റ്റോർ ചെയ്തിട്ടുള്ളത് എവിടെയാണ്, ഏത് ഡിസ്കിൽ, എങ്ങനെ, അതാണ് ഇൻറ്റേർണൽ ലെവലിൽ ഓർ ഫിസിക്കൽ ലെവലിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ കോൺസെപ്ച്വൽ ലെവലിനെ കോൺസെപ്ച്വൽ സ്കീമ എന്നുകൂടെ പറയും. സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചർ എന്നാണ്. ഫിസിക്കൽ ലെവലിനെ ഫിസിക്കൽ സ്കീമ എന്നും പറയും. എക്സ്റ്റേണൽ ലെവൽ ഒന്നുകൂടെ നോക്കുക. എക്സ്റ്റേണൽ ലെവൽ, the user doesn't need to know the database schema details such as data structure or table definition. ഡാറ്റ സ്ട്രക്ചറോ അതിൻ്റെ ടേബിളിൻ്റെ ഡെഫിനേഷനോ ഒന്നും യൂസറിന് അറിയേണ്ട ആവശ്യമില്ല. എക്സ്റ്റേണൽ ലെവൽ ഈസ് റിലേറ്റഡ് ടു ദി ഡാറ്റ വിച്ച് ഈസ് വ്യൂഡ് ബൈ ദി ഇൻഡിവിജ്വൽ എൻഡ് യൂസേഴ്സ്. ഓരോ എൻഡ് യൂസറും ഈ ഡാറ്റാബേസിനെ യൂസ് ചെയ്യുന്ന യൂസർ എങ്ങനെയാണോ ഈ ഡാറ്റാബേസിനെ വ്യൂ ചെയ്യുന്നത് അതാണ് എക്സ്റ്റേണൽ ലെവലിൽ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് കോൺസെപ്ച്വൽ ലെവൽ. It defines the logical view of data or tables. ഡാറ്റാബേസിൻ്റെ അകത്തുള്ള ടേബിൾസും അതിനകത്തുള്ള റിലേഷൻഷിപ്പ്, ഓരോ ടേബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ടേബിൾസിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഇതൊക്കെയാണ് കോൺസെപ്ച്വൽ ലെവലിൽ വരുന്നത്. പിന്നെ പ്രൈമറി കീ, കാൻഡിഡേറ്റ് കീ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കും. ഇതൊക്കെ കോൺസെപ്ച്വൽ ലെവൽ ഡിസൈനിലാണ് ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോൺസെപ്ച്വൽ സ്കീമ. നെക്സ്റ്റ് ഇൻറ്റേർണൽ ലെവൽ. ഇറ്റ് ഡിറ്റർമിൻസ് വേർ ഡാറ്റ ആർ ആക്ച്വലി സ്റ്റോർഡ് ഓൺ ദ സ്റ്റോറേജ് ഡിവൈസ്. ഈ സ്റ്റോറേജ് ഡിവൈസിൽ എവിടെയാണ്, എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്നാണ് ഇൻറ്റേർണൽ ലെവൽ ഡിസൈനിൽ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻറ്റേർണൽ സ്കീമ. ഡാറ്റ എബ്സ്ട്രാക്ഷൻ ആൻഡ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഡാറ്റ എബ്സ്ട്രാക്ഷനും ഡാറ്റ ഇൻഡിപെൻഡൻസും DBMSൻ്റെ രണ്ട് ഫീച്ചേഴ്സാണ്. ആദ്യം ഡാറ്റ എബ്സ്ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. DBMS provides essential features without revealing background details. This property of DBMS is known as data abstraction. അതായത് നമ്മൾ നേരത്തെ കണ്ടു, ഈ 3 ടയർ ആർക്കിടെക്ചറിൽ യൂസേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ മാത്രമേ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു ഡീറ്റെയിൽസ് എല്ലാം അവരിൽ നിന്ന് ഹിഡൻ ആണ്. അതായത് അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം റിവീൽ ചെയ്തുകൊണ്ട് മറ്റ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഡാറ്റ എബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചർ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ദ കപ്പാസിറ്റി ടു ചേഞ്ച് ദ സ്കീമ ഡെഫിനിഷൻ at one level of a database system without changing the schema definition at the next higher level is called data independence. അതായത് നമ്മൾ 3 ടയർ ആർക്കിടെക്ചറിൽ 3 ലെവലുകൾ ഉണ്ടെന്ന് പഠിച്ചു. എക്സ്റ്റേണൽ ലെവൽ, കോൺസെപ്ച്വൽ ലെവൽ ആൻഡ് ഇൻറ്റേർണൽ ലെവൽ. ഇതിലേതെങ്കിലും ഒരു ലെവലിൽ മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെവൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഹയർ ലെവലിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഇതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഈ 3 ലെവലുകളും ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ലെവലിൽ മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെവലിൽ മാറ്റം വരുത്തേണ്ടതില്ല. ഒരു മാറ്റവും വരുത്താതെ തന്നെ അതിൻ്റെ തൊട്ടടിയിലത്തെ ലെവൽ മാറ്റം വരുത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കോൺസെപ്ച്വൽ ലെവലിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെവലായ എക്സ്റ്റേണൽ ലെവലിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഏറ്റവും അടിയിലത്തെ ലെവൽ ഫിസിക്കൽ ലെവലിൽ മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെവലായ ലോജിക്കൽ ലെവലിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഇതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഒന്നുകൂടെ പറയാം, ഡാറ്റ എബ്സ്ട്രാക്ഷൻ എന്നാൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം യൂസേഴ്സിന് വ്യൂ ചെയ്യാൻ പറ്റും. മറ്റ് ഡീറ്റെയിൽസൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഡാറ്റ എബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ 3 ടയർ ആർക്കിടെക്ചറിൽ 3 ലെവലുകളുണ്ട്. ഇതിലേതെങ്കിലും ഒരു ലെവലിൽ അല്ലെങ്കിൽ സ്കീമയിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോൾ അതിന് നെക്സ്റ്റ് ഹയർ ലെവലിലുള്ള സ്കീമയിൽ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ടൈപ്സ് ഓഫ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഡാറ്റ ഇൻഡിപെൻഡൻസ് 2 ടൈപ്പ് ഉണ്ട്. ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും. Logical data independence is the capacity to change logical or conceptual schema without having to change external schemas or application programs.
അതായത് ലോജിക്കൽ ലെവലിൽ അല്ലെങ്കിൽ ലോജിക്കൽ സ്കീമയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ ഹയർ ലെവലായ എക്സ്റ്റേണൽ ലെവലിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഇതിനെയാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിക്കൽ ലെവലിലുള്ളത് ടേബിൾസും ടേബിളിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതിലൊക്കെ ഡാറ്റാബേസിൻ്റെ ഡിസൈനിൽ മാറ്റം വരുത്തുമ്പോൾ എക്സ്റ്റേണൽ ലെവലിലുള്ള യൂസേഴ്സ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഇതാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ്, physical data independence. Physical data independence is the capacity to change the physical or internal schema without having to change the conceptual or external schemas. അതായത് ഏറ്റവും അടിയിലത്തെ ലെവലായ ഫിസിക്കൽ സ്കീമയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഹയർ ലെവലായ ലോജിക്കൽ സ്കീമയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഹയർ ലെവലായ എക്സ്റ്റേണൽ സ്കീമാസിലോ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ഏറ്റവും അടിയിലത്തെ ലെവലായ ഫിസിക്കൽ സ്കീമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ ഫിസിക്കൽ സ്റ്റോറേജ് ആണ്. ഡാറ്റാബേസ് ആക്ച്വലി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡിസ്കുകൾ, അത് ഏത് ഡിവൈസിലാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഡിവൈസിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഡിവൈസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഹയർ ലെവലിലുള്ള ഡാറ്റാബേസിൻ്റെ ഡിസൈനിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. ടേബിൾസിലെ ആട്രിബ്യൂട്ട്സിലോ അതൊന്നും യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ല. കാരണം ഈ രണ്ട് ലെവൽസും ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതിനെയാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് DBMS. DBMSൻ്റെ 7 അഡ്വാൻറ്റേജുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡാറ്റ ഇൻഡിപെൻഡൻസി, എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഡാറ്റ സെക്യൂരിറ്റി, ഡാറ്റ അഡ്മിനിസ്ട്രേഷൻ, concurrent access and crash recovery, reduced application development time. ഡാറ്റ ഇൻഡിപെൻഡൻസി. ഡാറ്റ ഇൻഡിപെൻഡൻസി എന്താണെന്ന് നമ്മൾ പഠിച്ചു. The capacity to change the schema definition at one level of a database system without changing the schema definition at the next higher level. ഡാറ്റാബേസ് സിസ്റ്റത്തിലെ ഒരു ലെവലിലുള്ള സ്കീമയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഹയർ ലെവലിൽ യാതൊരു മാറ്റവും വരുത്താതെ തന്നെ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഡാറ്റ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്. DBMS ഉപയോഗിച്ച് വളരെ എഫിഷ്യൻ്റായിട്ട് ഒട്ടും ടൈമോ പ്രോസസ്സിംഗ് കപ്പാസിറ്റിയോ മെമ്മറി സ്പേസോ വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും സാധിക്കും. DBMS utilizes a variety of sophisticated techniques to store and retrieve data efficiently. Next advantage, data integrity. Data integrity in the database is the correctness, consistency and completeness of data. അതായത് DBMS ഉപയോഗിച്ച് നമ്മൾ ഡാറ്റ മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ്നെസ്സും കൺസിസ്റ്റൻസിയും കംപ്ലീറ്റ്നെസ്സും ഒക്കെ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇൻസേർട്ടിംഗ് സാലറി ഇൻഫർമേഷൻ ഫോർ എൻ എംപ്ലോയി. ഒരു സ്ഥാപനത്തിലെ ഒരു എംപ്ലോയിയുടെ സാലറി ഇൻഫർമേഷൻ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതേ പേരിൽ തന്നെയുള്ള വേറൊരു എംപ്ലോയി ഉണ്ടെന്ന് കരുതുക. പക്ഷേ ഇൻസേർഷൻ കറക്റ്റായിട്ട് നടക്കും. കാരണം അയാളുടെ പേര് വെച്ചിട്ടല്ല ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത്, പക്ഷേ പ്രൈമറി കീ ഉപയോഗിച്ചിട്ടാണ് സാലറി ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. പ്രൈമറി കീ എന്താണെന്ന് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ മാക്സിമം കറക്റ്റ്നെസ്സും കൺസിസ്റ്റൻസിയൊക്കെ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെക്കാനിസം DBMSലുണ്ട്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ്, ഡാറ്റ സെക്യൂരിറ്റി. ഡാറ്റ സെക്യൂരിറ്റി റെഫേഴ്സ് ടു ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാറ്റ അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ഓർ കറപ്ഷൻ. അൺഓതറൈസ്ഡ് ആയിട്ട് ആരും ഡാറ്റ ആക്സസ് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ ഡാറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി ഡാറ്റ കറപ്ഷൻ നടത്താതിരിക്കാനും ഉള്ള പ്രൊട്ടക്ഷൻ മെക്കാനിസം DBMSലുണ്ട്. Next advantage, data administration. Data administration is the process by which data is monitored, maintained and managed by a data administrator. DBMS ഉപയോഗിച്ച് ഡാറ്റ അഡ്മിനിസ്ട്രേറ്ററിന് ഡാറ്റ മോണിറ്റർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. അടുത്ത അഡ്വാൻറ്റേജ്, കൺകറൻറ്റ് ആക്സസ് ആൻഡ് ക്രാഷ് റിക്കവറി. കൺകറൻറ്റ് ആക്സസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഒരു ഡാറ്റയെ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ പേർ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇത് മാനേജ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസം DBMSലുണ്ട്. അതേപോലെ തന്നെ DBMSൽ ഡാറ്റാബേസിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുമ്പോഴൊക്കെ സിസ്റ്റം ക്രാഷ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സിസ്റ്റം ഫെയിലിയർ ഉണ്ടായാൽ ഡാറ്റ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള മെക്കാനിസവും DBMSലുണ്ട്.
DBMS schedules concurrent access to the data. DBMS protects user from the effects of system failure. അടുത്ത അഡ്വാൻറ്റേജ് റെഡ്യൂസ്ഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടൈം. DBMS ഉപയോഗിച്ച് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഡാറ്റാബേസിലോട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനോ റിട്രീവ് ചെയ്യാനോ ഒക്കെ അതിനുള്ള ക്വയറി മാത്രം എഴുതിയാൽ മതി. ആപ്ലിക്കേഷൻ ഡെവലപ്പറിന് അതിനുള്ള ക്വയറി മാത്രം എഴുതിയാൽ മതി. കൂടുതൽ കോംപ്ലിക്കേഷൻസ് അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടൈം വളരെ കുറവാണ്. ഇനി കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് ഒരു വൃത്തിയായ ഒരു A4 ഷീറ്റിൽ എഴുതി വയ്ക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ബാങ്ക് ചോസ് എ ഡാറ്റാബേസ് സിസ്റ്റം ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി സ്റ്റോറിംഗ് ഡാറ്റ ഇൻ കൺവെൻഷണൽ ഫയൽസ്. വാട്ട് ആർ ദ മെറിറ്റ്സ് എക്സ്പെക്റ്റഡ് ബൈ ദ ബാങ്ക്? ഒരു ബാങ്ക് ഫയലുകളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് പകരം ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ തീരുമാനിച്ചു. എന്തൊക്കെ മെറിറ്റുകളാണ് അവർക്ക് ഉണ്ടാവുക? സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഡിഫൈൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ഓഫ് DBMS. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, അതിൻ്റെ മെറിറ്റ്സ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് എഴുതുക. തേർഡ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ ആൻഡ് കോൺസെപ്ച്വൽ സ്കീമാസ്. How are these schema layers related to the concept of logical and physical data independence? Internal schema, external schema, conceptual schema, ഈ 3 സ്കീമകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എഴുതുക. ഇതെങ്ങനെയാണ് ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നും എഴുതുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.